അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? മദർ ബോർഡിന്റെ കമ്പോണൻസ് ഒക്കെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മദർ ബോർഡ് കമ്പോണൻസ്, മദർ ബോർഡിന്റെ കമ്പോണൻസ് ഏതൊക്കെയായിരുന്നു? റാം, സൗത്ത് ബ്രിഡ്ജ് ആൻഡ് നോർത്ത് ബ്രിഡ്ജ്, ബയോസ്, പോർട്ട്, USB, PCI, AGP, CMOS ആൻഡ് പവർ സപ്ലൈ കണക്ടേഴ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ നോർത്ത് ബ്രിഡ്ജ് എന്താണ്, സൗത്ത് ബ്രിഡ്ജ് എന്താണെന്നുള്ളത് പറഞ്ഞു. പിന്നെ അതുപോലെ ബയോസ്, പോർട്ട്, USB, PCI, AGP, CMOS ബാറ്ററി, ഇതുവരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ആണ് SMBS. ഓക്കെ, SMBSന്റെ ഫുൾ ഫോം ആണ് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. അപ്പൊ SMBS മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് മദർ ബോർഡിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കമ്പോണൻസിനും മദർ ബോർഡിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കമ്പോണൻസിനും പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് SMBS. ഓക്കെ, മദർ ബോർഡിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കമ്പോണൻസിനും കറണ്ട് അല്ലെങ്കിൽ പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് SMBS എന്ന് പറയുന്നത്. SMBS, ഇതാണ് SMBSന്റെ ഒരു പിക്ചർ. ഇത് നമ്മൾ സിസ്റ്റം യൂണിറ്റിന്റെ ഉള്ളിൽ കണക്ട് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു SMBS കാണാം. ഇതിന്റെ കൂടെ തന്നെ ഒരുപാട് കണക്ടേഴ്സും കാണാം, കുറെ കേബിൾ കാണാം. ഓക്കെ, ഈ ഓരോ കേബിളും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ മദർ ബോർഡിലെ ഓരോ പാർട്ടിനും ഓരോ ഡിവൈസിനും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. അതായത് CPU-ന് ഒന്ന്, നമ്മുടെ മദർ ബോർഡിന് ടോട്ടലി പവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേബിൾ ഉണ്ടാവും ഇതിനകത്ത്. പിന്നെ അതുപോലെ ഹാർഡ് ഡിസ്കിന് പവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേബിൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കേബിൾസ് ഇതിന്റെ കൂടെ തന്നെ SMBSന്റെ കൂടെ തന്നെ വരും. അപ്പൊ SMBS എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, മദർ ബോർഡിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കമ്പോണൻസിനും എന്ത് കൊടുക്കുന്നു, പവർ അല്ലെങ്കിൽ കറണ്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് SMBS. ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് കളറിലുള്ള ഡിഫറെൻറ്റ് വയേഴ്സും ഇതിൻ്റെ SMBSന്റെ കൂടെ കാണാം. കണ്ടോ, ഡിഫറെൻറ്റ് വയേഴ്സ് ഉണ്ടാവും. ഇതിന് ഓരോന്നിനും ഓരോ വോൾട്ടേജ് ആയിരിക്കും. അതായത് നമ്മൾ മദർ ബോർഡിൽ കണക്ട് ചെയ്തിട്ട് ഒരുപാട് ഡിവൈസുകൾ ഉണ്ട്, CPU ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്. അപ്പോൾ ഇതിന് ഓരോന്നിനും പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോ ഓരോ കമ്പോണൻസിനും ഡിഫറെൻറ്റ് കേബിൾ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ SMBSന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ AC വോൾട്ടേജിനെ DC ആക്കി മാറ്റുക. അതായത് നമുക്കറിയാം നമ്മുടെ KCB എന്നൊക്കെ നമുക്ക് വരുന്നത് AC ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് വരിക. അപ്പോൾ പക്ഷെ നമ്മുടെ കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് DC ആണ്, ഡയറക്റ്റ് കറണ്ടാണ്. അപ്പോൾ ഈ നമ്മുടെ KCB എന്നൊക്കെ വരുന്ന AC കറണ്ടിനെ DC ആക്കി കൺവേർട്ട് ചെയ്തിട്ട് മദർ ബോർഡിലെ ഓരോ കമ്പോണൻസിനും എന്ത് കൊടുക്കുന്നു, വോൾട്ട് കറണ്ട് എത്തിച്ചു കൊടുക്കലാണ് SMBSന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ SMBS നമ്മൾ ഈ കമ്പ്യൂട്ടേഴ്സിൽ മാത്രമല്ല, TV ആണെങ്കിൽ നമ്മളെ മൊബൈൽ ബാറ്ററി ചാർജർ ഇല്ലേ, അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാലും അതിനുള്ളിലെല്ലാം എന്തുണ്ടാവും, SMBS നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, SMBS എന്ന് പറഞ്ഞാൽ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. അപ്പോൾ പേര് കിട്ടും, മദർ ബോർഡിലെ എല്ലാ കമ്പോണൻസിനും പവർ സപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് SMBS എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് AC കറണ്ടിനെ അത് DC ആക്കി മാറ്റുകയാണ്. AC വോൾട്ടേജിനെ അത് DC ആക്കി കൺവേർട്ട് ചെയ്യാണ് മദർ ബോർഡിന്റെ മെയിൻ ഫംഗ്ഷൻ SMBSന്റെ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് SMBSന്റെ പിക്ചർ. ഇത് നമ്മൾ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ് സിസ്റ്റം യൂണിറ്റിന്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ SMBSന്റെ സർക്യൂട്ട് ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 230 വോൾട്ട് AC, അതായത് നമ്മുടെ KCB എന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് വരുന്ന കറണ്ട് അപ് ടു 230 വോൾട്ട് വരെ ആവാം. ആ വരുന്ന AC കറണ്ടിനെ റെക്ടിഫയർ ആൻഡ് ഫിൽട്ടർ യൂസ് ചെയ്തിട്ട് അതിനെന്താക്കി മാറ്റുന്നു,
ഡി സി ആക്കി മാറ്റുന്നു. ഓക്കെ, എ സിനെ ഡി സി ആക്കാനും ഡി സിനെ എ സി ആക്കാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റെക്ടിഫയർ ആൻഡ് ഫിൽട്ടർ. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ ഡി സി ആക്കി മാറ്റുന്നു. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ഡി സി എന്തായിരിക്കും, ഹൈ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഹൈ ഫ്രീക്വൻസി ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഡി സി കറണ്ട് ഉണ്ടാവുക. അതിനെ ഒരു പവർ ട്രാൻസ്ഫോർമറിലൂടെ കടത്തിവിടും. എന്നിട്ട് എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അതിൻ്റെ വോൾട്ടേജ് കുറച്ച് കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്ന 230 വോൾട്ടിന് നമുക്കറിയാം ഒരു മദർ ബോർഡിൽ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ഓരോ കമ്പോണൻസിനും കൊടുക്കേണ്ട വോൾട്ടേജ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് പവർ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് അതിനൊന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ഇവിടെ ഹൈ ഫ്രീക്വൻസി വരുന്ന കറണ്ടിനെ ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അതാണ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമലി കറണ്ടിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനാണ്. അപ്പം അതിൻ്റെ ആ ഒരു തീവ്രത കുറക്കും. എന്നിട്ട് വീണ്ടും അതിൻ്റെ റെക്ടിഫയർ ആൻഡ് ഫിൽറ്ററിൻ്റെ ഉള്ളിലൂടെ കടത്തി വിട്ടിട്ട് എന്ത് ചെയ്യും, ഡി സി ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നതെല്ലാം ഹൈ ഫ്രീക്വൻസി ആയിരിക്കും. അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് വീണ്ടും റെക്ടിഫയർ ആൻഡ് ഫിൽറ്ററിൻ്റെ ഉള്ളിലൂടെ കടത്തിവിടും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ഓരോ കമ്പോണൻസിനും ആവശ്യമായിട്ടുള്ള ഡി സി കറണ്ട് ഇതിലൂടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഒരു കൺട്രോൾ സർക്യൂട്ട് ഉണ്ട്. ഈ കൺട്രോൾ സർക്യൂട്ടാണ് ഏതൊക്കെ കമ്പോണൻസിന് എത്രയൊക്കെ വോൾട്ടേജ് വേണം, എത്രയൊക്കെ കറണ്ട് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നത്, ഫീഡ്ബാക്ക് കൊടുക്കുന്നതെല്ലാം ചെയ്യുന്നത് ഈ കൺട്രോൾ സർക്യൂട്ടാണ്. അപ്പോൾ ഇതാണ് SMBSന്റെ ഒരു സിമ്പിൾ വർക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ഒരു നമ്മുടെ KCB അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കറണ്ട് AC വോൾട്ടേജ് ആയിരിക്കും. ഡയറക്റ്റ് വരുന്ന കറണ്ട് AC വോൾട്ടേജ് ആയിരിക്കും. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റെക്ടിഫയർ അല്ലെങ്കിൽ ഫിൽറ്ററിലൂടെ കടത്തിവിട്ട് അതിനെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന കൺവേർട്ട് ചെയ്ത DC എപ്പോഴും ഹൈ ഫ്രീക്വൻസി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രാൻസ്ഫോമറിലൂടെ കടത്തിവിടുന്നു. എന്നിട്ട് വീണ്ടും അതിനെ DC കറക്റ്റ് ഫിൽറ്റർ എല്ലാം ചെയ്ത് ഓരോ ഡിവൈസിനും ആവശ്യമായിട്ടുള്ള DC വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് ഒരു കൺട്രോൾ യൂണിറ്റ്. ഇതാണ് ഇതിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു AC ഇൻപുട്ട്, അതായത് ഒരു ഹൈ വോൾട്ടേജ് AC ആയിരിക്കും മെയിൻസ് എന്ന് വരിക. അത് KCB നമുക്ക് കിട്ടുന്നത് 220 വോൾട്ട് അല്ലെങ്കിൽ 230 വോൾട്ടിലുള്ള ഹൈ വോൾട്ടേജ് ആയിരിക്കും. ഹൈ വോൾട്ടേജ് AC ആയിരിക്കും നമ്മൾ റിസീവ് ചെയ്യാം. അങ്ങനെ കിട്ടുന്ന കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, DC ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റെക്ടിഫയർ ആൻഡ് ഫിൽറ്റേഴ്സ് വെച്ചിട്ടാണ് അതിനെ AC-നെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അങ്ങനെ കിട്ടുന്ന DC എപ്പോഴും എന്തായിരിക്കും, ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് അവിടെ നടന്നുകൊണ്ടിരിക്കും. കാരണം ഹൈ സ്പീഡ് ട്രാൻസിസ്റ്റർ വെച്ചിട്ട് DC ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് സ്വിച്ച് ഓൺ ഓഫ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഹൈ ഫ്രീക്വൻസി പൾസസിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ട്രാൻസ്ഫോമറിലൂടെ കടത്തിവിടും. അങ്ങനെ അതിൻ്റെ വോൾട്ടേജ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്മൂത്ത് DC ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് വീണ്ടും നമ്മൾ റെക്ടിഫിക്കേഷൻ ചെയ്യുന്നത്. കിട്ടിയ DCനെ നമ്മളൊരു സ്മൂത്ത് DC ആക്കി മാറ്റുന്നു. ഇത് നമുക്കറിയാം ഒരു ഫീഡ്ബാക്ക് കൺട്രോൾ ഉണ്ട്. ഈ ഫീഡ്ബാക്ക് കൺട്രോൾ ആണ് മോണിറ്റർ ചെയ്യുന്നത്. ഓരോ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിന് മോണിറ്റർ ചെയ്തിട്ട് ഏതൊക്കെ കമ്പോണൻസിന് എത്രയൊക്കെ വോൾട്ടേജ് വേണോ അതിനനുസരിച്ച് കൊടുക്കുന്നത് ഫീഡ്ബാക്ക് കൺട്രോൾ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? SMBSന്റെ വർക്കിംഗ് ക്ലിയർ അല്ലേ? അല്ലേ? ഇപ്പോൾ SMBS നമ്മൾ സിംപ്ലി എന്ത് ചെയ്യുക, മദർ ബോർഡിൽ കണക്ട് ചെയ്തിട്ടുള്ള, അപ്പോൾ നമുക്കറിയാം മദർ ബോർഡിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ട് അല്ലേ? എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊസസ്സർ ഉണ്ടാവും, ഹാർഡ് ഡിസ്ക് ഉണ്ടാവും അല്ലേ, നോർത്ത് ബ്രിഡ്ജ് ഉണ്ട്, സൗത്ത് ബ്രിഡ്ജ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. ഇതെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ അതിന് എന്ത് വേണം, കറണ്ട് വേണം. ഇതിനാവശ്യമായ കറണ്ട് സപ്ലൈ ചെയ്യുന്നതാണ് SMBS എന്ന് പറയുന്നത്. ഓക്കെ, ഈ SMBSന് കൂടെ നമ്മൾ പറഞ്ഞു ഒരുപാട് കണക്ടേഴ്സ് ഉണ്ട്. അതായത് മദർ ബോർഡിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. ഈ കമ്പോണൻസിന് ഓരോന്നിനും ഡിഫറെൻറ്റ് പവറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോ കമ്പോണൻസിനും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കണക്ടേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് 20+4 പിൻ ATX മദർ ബോർഡ് കണക്ടർ. ഇതാണ് മദർ ബോർഡ് കണക്ടർ എന്ന് പറയുന്നത്, ഈ കാണുന്നത്. ഓക്കെ, 20+4 പിൻ, ഒരു 20 പിൻ ഉണ്ടാവും, പിന്നെ ചെറിയൊരു 4 പിൻ കണക്ടറും കൂടെ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു കണക്ടറാണ് നമ്മുടെ SMBSന്റെ കൂടെ ഉണ്ടാവും ഇങ്ങനത്തെ ഒരു കണക്ടർ, ഈ കാണുന്ന ഈ വൈറ്റ് കളർ. ഓക്കെ, 20+4 പിൻ കണക്ടർ. ഈ ഒരു കണക്ടർ നമ്മൾ നേരെ എങ്ങോട്ട് കൊടുക്കുന്നു, മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യും. അതായത് മദർ ബോർഡിനകത്ത് ഒരുപാട് കുഞ്ഞു കമ്പോണൻസ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്ന കണക്ടറാണ്
ഈ മദർ ബോർഡ് കണക്ടർ എന്ന് പറയുന്നത്. അത് നമ്മൾ റാം, അതുപോലെ ലോ ഗ്രാഫിക്സ് കാർഡ്, PCI കാർഡ്സ്, ഇതിനെല്ലാം പവർ കൊടുക്കുന്നത് ഈ മദർ ബോർഡ് കണക്ടർ വെച്ചിട്ടാണ്. ഓക്കെ. പിന്നെ നമ്മൾ നെക്സ്റ്റ് വരുന്നത് CPU 4+4 പിൻ. അതായത് നമ്മുടെ CPU-ന് അല്ലെങ്കിൽ പ്രോസസ്സറിന് പവർ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് CPU 4+4 പിൻ കണക്ടർ. ഓക്കെ. CPU-ന് പവർ കൊടുക്കുന്നതാണ് CPU 4+4 പിൻ കണക്ടർ. 12 വോൾട്ടേജ് കണക്ടറാണ്. അതായത് CPU പ്രവർത്തിക്കാൻ ആവശ്യമായിട്ട് വരുന്നത് 12 വോൾട്ടേജ് ആണ്. ആ 12 വോൾട്ടേജ് പവർ സപ്ലൈ കൊടുക്കുന്നത് ഈ ഒരു കണക്ടർ വെച്ചിട്ടാണ്. നെക്സ്റ്റ് ആണ് SATA എന്ന് പറഞ്ഞാൽ സീരിയൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെന്റ് പവർ കണക്ടർ. ഓക്കെ. ഇതാണ് CPU കണക്ടർ കേട്ടോ. 4+4 പിൻ കണക്ടർ. ഇവിടെ 4+4 പിൻ കണക്ടർ. ഇത് മദർ ബോർഡിന്റെ കണക്ടർ. നെക്സ്റ്റ് SATA കേബിൾ അല്ലെങ്കിൽ SATA പവർ കണക്ടർ. SATA പവർ കണക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർഡ് ഡിസ്ക്, അതുപോലെ DVD റൈറ്റേഴ്സ്, ഡ്രൈവ്, ഇതിനൊക്കെ പവർ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് SATA കേബിൾ. ഓക്കെ. ഇതിന് ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്, സീരിയൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെന്റ്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മുന്നുള്ള മദർ ബോർഡിലൊക്കെ നമ്മൾ പാറ്റ കേബിൾ ആണ് യൂസ് ചെയ്യുന്നത്, അതായത് പാരലൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെന്റ്. ഇപ്പോൾ വരുന്നതിലെല്ലാം SATA കേബിൾ ആണ്. ഈ ഒരു കേബിൾ നേരെ എങ്ങോട്ട് കൊടുക്കും? നമ്മുടെ മദർ ബോർഡിനായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെയാണ് മദർ ബോർഡിന് നമ്മുടെ ഹാർഡ് ഡിസ്കിനായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെയാണ് ഹാർഡ് ഡിസ്കിന് പവർ കിട്ടുന്നത്. നെക്സ്റ്റ് ആണ് ഫ്ലോപ്പി 4 പിൻ. ഇതൊരു ഫ്ലോപ്പി ഡ്രൈവിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫ്ലോപ്പി ഡ്രൈവ്സ് ഒന്നും ഇപ്പോഴത്തെ കമ്പ്യൂട്ടറുകളിൽ യൂസ് ചെയ്യുന്നില്ല. ഫ്ലോപ്പി ഡ്രൈവ് നമ്മൾ CD, DVD ഒക്കെ വരുന്നതിൻ്റെ മുന്നേ യൂസ് ചെയ്തിരുന്നതാണ് ഫ്ലോപ്പി ഡ്രൈവ്സ്. അപ്പോൾ അതൊന്നും യൂസ് ചെയ്യാറില്ല. പക്ഷെ ഒരു കണക്ടർ ഉണ്ട് എന്ന് അറിഞ്ഞു വെക്കുക, ഫ്ലോപ്പി 4 പിൻ കണക്ടർ. നെക്സ്റ്റ് ആണ് PCIe 6 പിൻ, PCIe 8 പിൻ കണക്ടർ. PCI എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? PCI എന്തിനായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓർമ്മണ്ടാ? PCI ആൻഡ് AGP നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു PCI എന്ന് പറഞ്ഞാല്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സൗണ്ട് കാർഡ്, നെറ്റ്വർക്ക് കാർഡ്, മോഡംസ് ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ലോട്ടാണ് PCI സോട്ട്, പെരിഫറൽ കമ്പോണന്റ് ഇന്റർകണക്ട്. അപ്പോൾ ഇതിലേക്ക് കറണ്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കണക്ടറാണ് ഈ PCIe 6 പിൻ കണക്ടർ. അപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് കമ്പ്യൂട്ടറുകളെല്ലാം PCIe ആണ്. ഓക്കെ. പെരിഫറൽ പിന്നെ ഇന്റർകണക്ട് എക്സ്പ്രസ് ആണ് നമ്മൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് PCIe 6 പിൻ അല്ലെങ്കിൽ PCIe 8 പിൻ കണക്ടർ. ഇത്രയാണ് നമ്മുടെ SMBS-ഉമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഇമ്പോർട്ടൻറ്റ് കണക്ടേഴ്സ്. ഓക്കെ. അപ്പോൾ ഓരോ കണക്ടറിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കണക്ടറാണ് നമ്മൾ ഈ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മദർ ബോർഡിനൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും, പിന്നെ CPU പ്രോസസ്സറിന് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും, പവറിന് വേണ്ടിയിട്ട് ഹാർഡ് ഡിസ്കിന് വേണ്ടി ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും, ഫ്ലോപ്പി കൊടുത്തിട്ടുണ്ടാവും, അതേപോലെ PCIക്ക് വേണ്ടിയിട്ടൊരു കണക്ടർ അവിടെ ഉണ്ടാവും. ഇതിൻ്റെ അഡ്വാൻറ്റേജ്, SMBS-ൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇത് ലൈറ്റ് വെയ്റ്റ് കമ്പോണൻ്റ് ആണ്, സൈസ് കുറവാണ്, പിന്നെ SMBS ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് വളരെ കുറവാണ്, ഹൈ എഫിഷ്യൻ്റ് ആണ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ വർക്കിങ്ങിൽ തന്നെ ഒരുപാട് കമ്പോണൻസ് ഇതിൻ്റെ ഉള്ളിലുണ്ട് അല്ലേ. കൺവേർട്ടർ ഉണ്ട്, ട്രാൻസ്ഫോമർ ഉണ്ട്, റെക്ടിഫയർ ആൻഡ് ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ ഒരു കോംപ്ലക്സ് നാച്ചറാണ്. പിന്നെ സിംഗിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് മാത്രമേ ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. പിന്നെ നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത്രയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസിൽ വരുന്നത്. SMBS ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ SMBS? അല്ലേ? ഇനി പറയണോ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് NIC, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്, NIC കാർഡ്. അപ്പോൾ നമ്മുടെ മദർ ബോർഡിലുള്ള മറ്റൊരു കമ്പോണൻ്റ് ആണ് NIC കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ മദർ ബോർഡിൻ്റെ പിക്ചർ കൊടുത്തപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എക്സാമിന് മദർ ബോർഡിന് 10 മാർക്കിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അത്രയും കൊടുത്താൽ 10 കമ്പോണൻസ് എഴുതിയാൽ മതി. പിന്നെ NIC സെപ്പറേറ്റ് നിങ്ങളെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ കൊടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മദർ ബോർഡിൻ്റെ കൂടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതും ആഡ് ചെയ്തിട്ടും എഴുതട്ടോ. അപ്പോൾ NIC എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. ഓക്കെ. ഇതൊരു ഹാർഡ്വെയർ കമ്പോണൻസ് ആണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിന് നെറ്റ്വർക്ക് കണക്ഷൻ,
ഓക്കെ, ഇന്റർനെറ്റ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാർഡാണ് NIC കാർഡ്. ഓക്കെ, കമ്പ്യൂട്ടറുകൾക്ക് നെറ്റ്വർക്ക് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് NIC കാർഡ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ നെറ്റ്വർക്ക് ഇന്റർഫേസ് കൺട്രോളർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡാപ്റ്റർ, ലാൻ അഡാപ്റ്റർ, ഈതർനെറ്റ് കാർഡ് എന്നൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈതർനെറ്റ് കാർഡ് എന്നായിരിക്കും എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഈതർനെറ്റ് കാർഡും NIC കാർഡും എല്ലാം സെയിം തന്നെയാണ്. NIC എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറുകൾക്ക് ഇന്റർനെറ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് NIC എന്ന് പറയുന്നത്. അപ്പോൾ ഒരു NIC യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിന് ഒരു ഫുൾ ടൈം ഇന്റർനെറ്റ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. NICയിൽ നമുക്ക് വയേർഡ് ആയിട്ടുണ്ട്, വയർലെസ് കമ്മ്യൂണിക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു NIC കാർഡിന്റെ പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് NIC കാർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ PCI സ്ലോട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിയോ കാർഡ്, വീഡിയോ കാർഡ്, മോഡം കാർഡ്, NIC കാർഡ് ഇതൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PCI സ്ലോട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള PCI സ്ലോട്ടിൽ ഇതിങ്ങനെ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോർഷൻ വരിക നമ്മുടെ സിസ്റ്റം യൂണിറ്റിന്റെ ബാക്ക് സൈഡിലായിരിക്കും. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഈതർനെറ്റ് കേബിൾ വഴി ഈ കേബിൾ നേരെ എങ്ങോട്ട് കൊടുക്കും, മോഡത്തിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഈ മോഡത്തിൽ നിന്നുള്ള ആ ഡാറ്റ നേരെ എങ്ങോട്ട് പോകും, NIC കാർഡിലൂടെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കിട്ടും. അങ്ങനെയാണ് കമ്പ്യൂട്ടറുകളിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ ഇന്റർനെറ്റ് കണക്ഷൻ നമുക്ക് സാധ്യമാകുന്നത്. ഓക്കെ, ഇപ്പോൾ NIC കാർഡുകൾ ഇന്റേണൽ NIC കാർഡ്സ് ഉണ്ട്, അതുപോലെ എക്സ്റ്റേണൽ നെറ്റ്വർക്ക് കാർഡുകളുണ്ട്. ഇന്റേണൽ നെറ്റ്വർക്ക് കാർഡ് എന്ന് പറഞ്ഞാൽ മദർ ബോർഡിൽ അതിനു വേണ്ടി NIC കാർഡ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലോട്ട് ഉണ്ടാവും. നമ്മൾ നേരത്തെ ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ ഒരു PCI സ്ലോട്ട് ഉണ്ടാവും. ഈ സ്ലോട്ടിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക, ഈ NIC കാർഡ് പ്ലേസ് ചെയ്യുക. അതാണ് ഇന്റേണൽ നെറ്റ്വർക്ക് കാർഡ് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇന്റേണലി ഒരു NIC കാർഡ് ഉണ്ടാവില്ല. ഒരു എക്സ്റ്റേണൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സ്റ്റേണൽ NIC കാർഡ് ഇത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ പുറത്തുനിന്ന് USB വഴി നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. അത് വയർലെസ് ഉണ്ട്, അതേപോലെ USB ബേസ്ഡ് ഉണ്ട്. വയർലെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മദർ ബോർഡിലേക്ക് ഇൻസേർട്ട് നമ്മൾ നെറ്റ്വർക്ക് കേബിൾ ഒന്നും ഇല്ലാതെ ഇൻസേർട്ട് ചെയ്യുന്നതാണ് വയർലെസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ട്രാവലിംഗ് ടൈം സമയത്തായിരിക്കും നമുക്ക് കൂടുതൽ യൂസ് ആയിട്ട് വരിക. അതായത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് NIC കാർഡ് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ലാപ്ടോപ്പിലേക്കോ കമ്പ്യൂട്ടറുകളിലേക്കോ കണക്ട് ചെയ്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ NIC കാർഡൊക്കെ ആദ്യ കാലങ്ങളിലായിരുന്നു ഇങ്ങനെ NIC കാർഡ്, അതായത് ഫസ്റ്റ് കമ്പ്യൂട്ടർ അടങ്ങിയ ഉടനെ ഇന്റർനെറ്റ് കണക്ഷൻ ഒന്നും അത്രയും പോപ്പുലർ ആയിരുന്നില്ല. പിന്നെയാണ് ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ ആ ഇടയാണ് നമ്മൾ NIC കാർഡ്സ് ഒക്കെ വെച്ചിട്ട് കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്തിരുന്നത്. ഇന്റർനെറ്റ് കണക്ഷന് വേണ്ടി സെപ്പറേറ്റ് NIC കാർഡ് നമ്മൾ പ്ലേസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ വരുന്ന കമ്പ്യൂട്ടറുകളിൽ ഇൻബിൽട്ട് ആയിട്ട് NIC കാർഡ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് NIC കാർഡ് ഒന്നും പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ NIC കാർഡ് നമ്മൾ സിലബസിലുള്ള കാരണം ഞാൻ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഇതാണ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനാ യൂസ് ചെയ്യണത്, എന്താണ് NIC കാർഡ് യൂസ് ചെയ്യണത്? കമ്പ്യൂട്ടറുകൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് NIC കാർഡ്. അത് ഇന്റേണൽ നെറ്റ്വർക്ക് കാർഡ്സ് ഉണ്ട്, എക്സ്റ്റേണൽ നെറ്റ്വർക്ക് കാർഡ്സ് ഉണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ ഒരു ഈതർനെറ്റ് കാർഡ് എന്നും കൂടി ഇതിന് പറയും. ഒരു ഈതർനെറ്റ് കേബിൾ വഴിയാണ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഇനി അടുത്ത മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുന്നതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഇപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ NIC കാർഡിനെ കുറിച്ച് പറയട്ടെ. അപ്പോൾ എനിക്കിത് പറഞ്ഞു തരണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മദർ ബോർഡിന്റെ കമ്പോണൻസിൽ നമ്മൾ പറഞ്ഞതായിരുന്നു കമ്പ്യൂട്ടറിന്റെ പോർട്സുകൾ. ഓക്കെ, കമ്പ്യൂട്ടർ പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമുക്കറിയാം ഒരുപാട് പെരിഫറൽ ഡിവൈസുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്നൊക്കെയാണ് പെരിഫറൽ ഡിവൈസ്, കീബോർഡ്, മൗസ് അല്ലേ, ഇങ്ങനെയുള്ള മോണിറ്റർ, അതല്ലെങ്കിൽ പ്രിന്റർ, സ്പീക്കർ, ഇങ്ങനെ ഒരുപാട് പെരിഫറൽ ഡിവൈസുകൾ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ഇന്റർഫേസ് അല്ലെങ്കിൽ ആ പോയിന്റ് ഓഫ് കണക്ഷൻ പോയിന്റിനെ പറയുന്ന പേരാണ് കമ്പ്യൂട്ടർ പോർട്ട് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഇതൊരു സിസ്റ്റം യൂണിറ്റ് ആണ്, അതിന്റെ ബാക്ക് സൈഡ് ആണ് ഇത്. ഒരു ബ്ലാക്ക് ബോക്സിലെ നമ്മൾ CPU എന്നൊക്കെ പറയും, അതിന്റെ ബാക്ക് സൈഡ് ആണ് ഇത്. ഈ ബാക്ക് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ എല്ലാം കണക്ഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് കീബോർഡിനെ കണക്ട് ചെയ്യാം, മൗസിനെ കണക്ട് ചെയ്യാം, അതുപോലെ മോണിറ്റർ കണക്ട് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കണക്ഷൻ പോയിന്റ്, അങ്ങനെയുള്ള ഈ കണക്ഷൻ പോയിന്റ് എന്ന് പറയുന്ന പേരാണ് പോർട്ട് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് പോർട്ടുകളാണുള്ളത്.
ഒന്ന് ഇന്റേണൽ പോർട്ടും മറ്റൊന്ന് എക്സ്റ്റേണൽ പോർട്ടും. ഇന്റേണൽ പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഡിവൈസുകൾ, അതായത് CD ഡ്രൈവ്, പിന്നെ ഡിസ്ക് ഡ്രൈവ്, ഇതൊക്കെ മദർ ബോർഡിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ കണക്ട് ചെയ്യാം. അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇന്റേണൽ പോർട്ട് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ പോർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഡിവൈസ്, അതായത് മോഡം, മൗസ്, പ്രിന്റർ, ഇതൊക്കെ നമ്മൾ സിസ്റ്റം യൂണിറ്റിന്റെ പുറത്താണ് നമ്മൾ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യാം. അതാണ് എക്സ്റ്റേണൽ പോർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് എക്സ്റ്റേണൽ പോർട്ടുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്റ്റേണൽ പോർട്ട്സും അതിൻ്റെ ഫംഗ്ഷൻസും നോക്കാം. അപ്പോൾ മെയിനായിട്ട് ഒരുപാട് പോർട്ട്സുകളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോർട്ട്സുകളാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സീരിയൽ പോർട്ട്, പാരലൽ പോർട്ട്, USB പോർട്ട്, PS2 പോർട്ട്, VGA പോർട്ട്, ഈതർനെറ്റ് പോർട്ട് ആൻഡ് ഓഡിയോ പോർട്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ശ്രദ്ധിക്കുക. ഈ സെയിം പിക്ചർ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഒരു കമ്പ്യൂട്ടർ കേസിൻ്റെ ബാക്ക് സൈഡ് ആണിത്. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇങ്ങനെയുള്ള പോർട്ടുകൾ കാണാൻ വേണ്ടി സാധിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഓരോ പോർട്ട് നോക്കാം. ഫസ്റ്റ് ആണ് സീരിയൽ പോർട്ട്. സീരിയൽ പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സീരിയൽ പ്രോട്ടോകോൾ വെച്ചിട്ടാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. സീരിയൽ പോർട്ടിലേക്ക് നമ്മൾ ഡിവൈസുകൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സീരിയൽ പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു അറ്റ് എ ടൈം ഒരു സിംഗിൾ ലൈൻ കമ്മ്യൂണിക്കേഷനാണ് സീരിയൽ പോർട്ട് വഴി നമുക്ക് സാധ്യമാണത്. സീരിയൽ പോർട്ട് ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷെ ജസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കട്ടെ. ആ സീരിയൽ പോർട്ട് എന്ന് പറഞ്ഞാൽ പെരിഫറൽസിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൗസ്, കീബോർഡ്, പ്രിന്റർ, ഇതിനൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ആദ്യകാലങ്ങളിൽ യൂസ് ചെയ്തിരുന്നതാണ് സീരിയൽ പോർട്ട്. അത് സിംഗിൾ ലൈൻ കമ്മ്യൂണിക്കേഷൻ, അറ്റ് എ ടൈമിൽ ഒരൊറ്റ ഡാറ്റ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധ്യമായിരുന്നുള്ളൂ സീരിയൽ പോർട്ടിൽ. പിന്നെ വന്നതായിരുന്നു പാരലൽ പോർട്ട്. പാരലൽ പോർട്ട് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ്സ് ഡിവൈസ് ഇൻ പാരലൽ മാനർ, അതായത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് മോർ ദാൻ വൺ കമ്മ്യൂണിക്കേഷൻ ലൈൻ യൂസ് ചെയ്തിട്ടായിരുന്നു ഡാറ്റ ട്രാൻസ്ഫർ സാധ്യമായിരുന്നത്. സീരിയൽ പോർട്ടിലാണെങ്കിൽ അറ്റ് എ ടൈം ഒരൊറ്റ ലൈൻ ഉണ്ടായിരുന്നുള്ളൂ. പാരലൽ പോർട്ടിൽ വന്നപ്പോൾ പാരലൽ ആയിട്ട്, അതായത് അറ്റ് എ ടൈം മോർ ദാൻ വൺ കമ്മ്യൂണിക്കേഷൻ ലൈൻ അല്ലെങ്കിൽ വയർ വെച്ചിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ നോർമലി പ്രിന്റർ പോർട്ടുകളൊക്കെയാണ് പാരലൽ പോർട്ടിന് എക്സാമ്പിൾ ആയിട്ട് പറയാറ്. ഇപ്പോഴും നമ്മൾ USB പോർട്ടുകളാണ് പ്രിന്ററിനൊക്കെ യൂസ് ചെയ്യുന്നത്. എന്നാലും ചില സിസ്റ്റത്തിലൊക്കെ ഇപ്പോഴും പാരലൽ പോർട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ സീരിയൽ പോർട്ട്, പാരലൽ പോർട്ട്, സീരിയൽ പോർട്ട് എന്ന് പറഞ്ഞാൽ സീരിയൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് 1 by 1 ആയിട്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നത്. സീരിയൽ പോർട്ട് ആണെങ്കിലും പാരലൽ പോർട്ട് ആണെങ്കിലും നമ്മൾ പെരിഫറൽ ഡിവൈസുകളായ കീബോർഡ്, മൗസ്, പ്രിന്റർ, ഇതിനൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പാരലൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിന്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെ പിക്ചർ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ പാരലൽ പോർട്ട്. ഓക്കെ, പ്രിന്റർ കണക്ട് ചെയ്യുന്ന പോർട്ടാണ് ഈ പാരലൽ പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് USB, യൂണിവേഴ്സൽ സീരിയൽ ബസ്. USB എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സീരിയൽ പോർട്ടിനെയും പാരലൽ പോർട്ടിനെയും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പിന്നെ വന്നതാണ് USB പോർട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഹാർഡ് ഡിസ്ക്, പ്രിന്റർ, സ്കാനർ, മൗസ്, കീബോർഡ്, ഇപ്പം ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് നമ്മൾ USB വെച്ചിട്ടാണ്. ഇതാണ് USB പോർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ USB ഒക്കെ അല്ലേ, പെൻഡ്രൈവ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുന്ന അതേപോലെ ആ പോർട്ട് തന്നെ. ഇതേപോലത്തെ കണക്ടറാണ് ഇപ്പോൾ നമ്മുടെ പ്രിന്ററിനും സ്കാനറിനും മൗസറിനും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ പെരിഫറൽ ഡിവൈസിനും USB വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്ത് മിനിമം 2 USB പോർട്ടെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മുടെ ആദ്യത്തെ സീരിയൽ പോർട്ടിനെയും പാരലൽ പോർട്ടിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫറിങ് ഒക്കെ ഇതിൻ്റെ അകത്ത് USB പോർട്ടിനകത്ത് പോസിബിൾ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? നെക്സ്റ്റ് ആണ് PS2 പോർട്ട്. PS2 പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതും ഇപ്പോൾ ലേറ്റസ്റ്റ് കമ്പ്യൂട്ടറുകൾ അധികം യൂസ് ചെയ്ത് വരുന്നില്ല കേട്ടോ. പക്ഷെ നമ്മൾ ചില കമ്പ്യൂട്ടറുകളിലൊക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ലാബിലൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലാബിൽ പോകുമ്പോൾ പോർട്ടുകളും സിസ്റ്റം യൂണിറ്റ് അല്ലെങ്കിൽ സിസ്റ്റം കേസിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. PS2 പോർട്ട് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പോർട്ടാണ്. അത് നമ്മുടെ ഓൾഡ് കമ്പ്യൂട്ടറുകളിൽ കീബോർഡ്, മൗസ് ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന പോർട്ടാണ് PS2 പോർട്ട് എന്ന് പറയുന്നത്. IBM എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പഴയ കമ്പ്യൂട്ടറുകളിൽ മിനിമം 2 PS2 പോർട്ടെങ്കിലും ഉണ്ടാവും. ഒന്ന് കീബോർഡിനും ഒന്ന് മൗസിനായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു 6 പിന്ന് കണക്ടറാണ്. നമ്മുടെ 6 പിന്നുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കീബോർഡിൻ്റെ ഇത് വരിക, കേബിൾ വരിക. ഈ എൻഡ് നമ്മൾ നേരെ ഇങ്ങോട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യാം. ഓക്കെ, ഇവിടെ 2 കളറിലാണ് മെയിനായിട്ട് ഉണ്ടാവുക. അതിൽ പർപ്പിൾ കളർ നമ്മൾ കീബോർഡിന് വേണ്ടി യൂസ് ചെയ്യും, ഗ്രീൻ കളർ നമ്മൾ മൈക്ക് അല്ലെങ്കിൽ മൗസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ,
ആദ്യകാലങ്ങളിൽ ഒന്ന് മൗസിനും ഒരെണ്ണം കീബോർഡിനും വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇതാണ് PS2 പോർട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? PS2 പോർട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് പിക്ചറിൽ കാണാൻ സാധിക്കും. ഇതാണ് ഇവിടെ കാണാം PS2 പോർട്ട്, കാണുന്നില്ലേ? ഇതാണ് സീരിയൽ പോർട്ട്, മൗസ് ആൻഡ് കീബോർഡിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ പിക്ചറിലും കാണാൻ പറ്റും, രണ്ട് കളറിൽ, ഒരു ഗ്രീനും പിന്നെ ഒരു പർപ്പിൾ കളറിലും, രണ്ട് കളറിലാണ് കാണാൻ സാധിക്കുക. ഓക്കെ, ഇതാണ് PS2 പോർട്ട് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ആണ് VGA പോർട്ട്. VGA എന്ന് പറഞ്ഞാൽ വീഡിയോ ഗ്രാഫിക് അറേ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതിൻ്റെയൊക്കെ ഫുൾ ഫോം എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. വീഡിയോ ഗ്രാഫിക് അറേ. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മോണിറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മോണിറ്ററും ഒരു കമ്പ്യൂട്ടറിൻ്റെ വീഡിയോ കാർഡുമായി കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് VGA പോർട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 15 ഹോൾസ് ആണ് ഉണ്ടാവൽ. ഒരു സീരിയൽ പോർട്ട് പോലെ തന്നെയാണ്, കണ്ടു കഴിഞ്ഞാൽ സീരിയൽ പോർട്ടിൻ്റെ പോലെ തന്നെയാണ് ഇത് കാണാൻ. 15 ഹോൾസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാണിപ്പോൾ VGAൻ്റെ പിക്ചർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരെണ്ണം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യും, ഒരെണ്ണം നമ്മുടെ സിസ്റ്റം യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലും കണക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് മോണിറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത്. മോണിറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അതായത് ഡിസ്പ്ലേക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് VGA പോർട്ട് എന്ന് പറയുന്നത്, വീഡിയോ ഗ്രാഫിക് അറേ. ഓക്കെ, ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് VGA പോർട്ട്. നമ്മൾ ഒരെണ്ണം മോണിറ്ററിൻ്റെ ബാക്ക് സൈഡിൽ കണക്ട് ചെയ്യും. ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് രണ്ട് സ്ക്രൂ ഉണ്ടാവും രണ്ട് സൈഡിൽ, അത് നമ്മളിങ്ങനെ ടൈറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിങ്ങനെ ബാക്കിലേക്ക് തിരിച്ച് നമ്മൾ സ്ക്രൂ ഇങ്ങനെ ലൂസാക്കും, എന്നിട്ട് എന്തെങ്കിലും ജസ്റ്റ് കണക്ട് ചെയ്യും, എന്നിട്ട് അത് എന്തെങ്കിലും ടൈറ്റ് ചെയ്യും. രണ്ട് സൈഡിലും രണ്ട് സ്ക്രൂ കാണാൻ സാധിക്കും, ഈ രണ്ടെണ്ണം. ഒരെണ്ണം നമ്മുടെ സിസ്റ്റം യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലും ഒരെണ്ണം നമ്മൾ മോണിറ്ററിൻ്റെ ബാക്ക് സൈഡിലാണ് കണക്ട് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഈതർനെറ്റ് പോർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈതർനെറ്റ് കേബിൾ. എന്തായിരുന്നു ഈതർനെറ്റ് കേബിൾ എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ NIC കാർഡ് എന്താണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്? കമ്പ്യൂട്ടറുകളിൽ ഇന്റർനെറ്റ് കണക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതായിരുന്നു ഈതർനെറ്റ്. അപ്പോൾ ആ ഈതർനെറ്റ് കാർഡ് ഉണ്ടാവും, ആ കാർഡിൽ നമ്മളൊരു പോർട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു പോർട്ട് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് കേബിള് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട്, അതാണ് നെറ്റ്വർക്കിന്റെ കേബിൾ. നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂളിൽ പഠിക്കും. ഈ നെറ്റ്വർക്ക് കേബിൾ RJ45 കേബിൾ എന്നാണ് പറയാം. ഈ ഒരു നെറ്റ്വർക്ക് കേബിൾ അല്ലെങ്കിൽ ഈതർനെറ്റ് കേബിൾ എന്ന് പറയും. ഇത് നമ്മുടെ NIC കാർഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈതർനെറ്റ് പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇവിടെ കാണാൻ പറ്റും, ഈ കാണുന്നില്ലേ? ഇതാണ് നമ്മുടെ NIC പോർട്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഡഡ് വേർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നെറ്റ്വർക്ക് പോർട്ട്. ഇതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ എന്തുണ്ടാവുക, NIC കാർഡ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഈതർനെറ്റ് കേബിൾ കൊടുത്തിട്ടാണ് നമ്മൾ ഇൻ്റർനെറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെറ്റ്വർക്ക് പോർട്ട് എന്നറിയപ്പെടുന്നത്. ഇതാണ് USB പോർട്ടുകൾ. ഇത് ശ്രദ്ധിക്കുക, USB പോർട്ട് നമുക്ക് ചിലപ്പം ഒരു സിസ്റ്റം യൂണിറ്റിൻ്റെ ഫ്രണ്ടിലും ഉണ്ടാവും, അതേപോലെ ബാക്ക് സൈഡിലും ഉണ്ടാവും, രണ്ട് സൈഡിലും ഉണ്ടാവും. പിന്നെ വരുന്നതാണ് വീഡിയോ പോർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തിനായിരുന്നു, നമ്മുടെ മോണിറ്ററിനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരുന്നു വീഡിയോ പോർട്ട്, അല്ലെങ്കിൽ പ്രൊജക്ടർ, മോണിറ്റർ, ഇതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ആണ് മൗസും കീബോർഡൊക്കെ കണക്ട് ചെയ്യാനുള്ള PS2 പോർട്ട്. ഇത് നമ്മുടെ മെയിൻ പവർ. ഓക്കെ, നമ്മുടെ സിസ്റ്റം യൂണിറ്റിന് കറണ്ട് കൊടുക്കണമല്ലോ, സ്വിച്ച് നമ്മൾ നേരെ എന്ത് ചെയ്യും, നമ്മുടെ ഡയറക്റ്റ് കറണ്ട് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മെയിൻ പവർ. ഓക്കെ, സിസ്റ്റം യൂണിറ്റിന് നമ്മൾ മദർ ബോർഡിന് കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നുള്ള കറണ്ടാണ് നമ്മൾ പിന്നെ SMBSലൂടെ ഒക്കെ കടത്തി വിട്ട് എല്ലാ കമ്പോണൻസിനും എത്തിക്കുന്നത്. ഇതാണ് പാരലൽ പോർട്ട്. അതിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാരലൽ പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിൻ്ററിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പാരലൽ പോർട്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു പോർട്ടും കൂടെ പഠിക്കാനുണ്ട്, അതാണ് ഓഡിയോ പോർട്ട്സ്. ഓക്കെ, ഓഡിയോ പോർട്ട് മെയിനായിട്ട് 3 ടൈപ്പിൽ കാണാൻ പറ്റും. അപ്പോൾ ബേസിക് ഓഡിയോ പോർട്ട്, ഓഡിയോ ഔട്ട്, ലൈൻ ഔട്ട്, അല്ലെങ്കിൽ ഹെഡ്ഫോൺ, അങ്ങനെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അതിൽ ഇത് ഓഡിയോ, നമ്മുടെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഓഡിയോ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓഡിയോ പോർട്ട്. പിന്നെ ഇത് ഹെഡ്ഫോൺ അല്ലെങ്കിൽ സ്പീക്കർ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഈ ഗ്രീൻ കളറിലുള്ളത്, ഈ പിങ്ക് കളറിലുള്ളത് മൈക്രോഫോൺ കണക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഓഡിയോ പോർട്സുകൾ. ഇത്രയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന പോർട്ടുകൾ. ഇപ്പോൾ പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തിനായിരുന്നു യൂസ് ചെയ്തിരുന്നത്? ഒരു പോയിന്റ് ഓഫ് കണക്ഷൻ അല്ലെ, കമ്പ്യൂട്ടറിന്റെ ഡിവൈസുകൾ നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഓഫ് കണക്ഷനാണ് നമ്മൾ കമ്പ്യൂട്ടർ പോർട്ട് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് പോർട്ടുകൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? സീരിയൽ പോർട്ട്, പിന്നെ അതുപോലെ
പാരലൽ പോർട്ടാണ് ഇവിടെ കാണുന്നത് പ്രിന്ററിന് വേണ്ടി. ഇതിന്റെ കുറച്ച് വലിയ പിക്ചറാണ് ഇവിടെ കാണുന്നത്. പാരലൽ പോർട്ടാണ് നമ്മൾ പ്രിന്ററിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സീരിയൽ പോർട്ട് ഇപ്പം അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. സീരിയൽ പോർട്ടിന് പകരം വന്നതാണ് USB. ഓക്കെ, പിന്നെ വരുന്നതാണ് യു എസ് ബി പോർട്ട്. ഓക്കെ, ഇതാണ് USB പോർട്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് കീബോർഡ്, മൗസ്, പ്രിന്റർ, സ്കാനർ ഇതെല്ലാം ഇപ്പം ലേറ്റസ്റ്റ് വരുന്നതെല്ലാം നമ്മൾ USB പോർട്ട് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് PS2 പോർട്ട്. എന്തിനായിരുന്നു PS2 പോർട്ട്? PS2 പോർട്ടിന് എന്തിനായിരുന്നു? ഓൾഡ് കമ്പ്യൂട്ടറുകളുള്ള കീബോർഡ്, മൗസ് ഇതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരുന്നതാണ് PS2 പോർട്ട്. പിന്നെ VGA വീഡിയോ ഗ്രാഫിക്സ് അറേ എന്തിനായിരുന്നു? നമ്മുടെ മോണിറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതർനെറ്റ് പോർട്ട് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് കാർഡ് അല്ലെങ്കിൽ ഇതർനെറ്റ് കാർഡ് നമ്മൾ അല്ലെങ്കിൽ ഇതർനെറ്റ് കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതാണ് ഇതർനെറ്റ് പോർട്ട് എന്ന് പറയുന്നത്. ഓഡിയോ പോർട്ട് എന്ന് പറഞ്ഞാൽ ഹെഡ്ഫോണ്, സ്പീക്കർ, പിന്നെ അതുപോലെ മൈക്രോഫോൺ ഇതെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓഡിയോ പോർട്ട് എന്നറിയപ്പെടുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് കുറച്ച് ടേമുകൾ പഠിക്കാം. നിങ്ങളെ സിലബസിൽ വന്നിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. അപ്പോൾ ഇതും കൂടെ നമുക്ക് നോക്കാം. ഡാറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു നമുക്കറിയാം യൂട്യൂബിൻ്റെ അകത്തൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഉണ്ട് അല്ലേ? മില്യൺസ് ഓഫ് വീഡിയോസ് നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസ് വേണം അല്ലേ? കാരണം ഈ ഒരു ഡാറ്റ ഒരു മെയിൻ സെൻറ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ആർക്കും ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ വീഡിയോ, അപ്പോൾ ആ ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സ്ഥിരമായിട്ടൊരു വീഡിയോ കാണുന്നുണ്ട്, ഇത് എല്ലാവരിലേക്കും എത്തുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതെല്ലാം എവിടെയെങ്കിലും എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം അല്ലേ? പെർമനൻ്റ് ആയിട്ട് ഡാറ്റ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഫിസിക്കൽ റൂമിനെ പറയുന്ന പേരാണ് ഡാറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഡാറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ റൂം അല്ലെങ്കിൽ ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ വലിയൊരു IT ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റാസ് എല്ലാം ഇൻ്റർനെറ്റിലുള്ള ആപ്ലിക്കേഷൻസ്, അവരുടെ സർവീസുകൾ ഇതെല്ലാം സ്റ്റോർ ചെയ്യണതും അതിനെ മാനേജ് ചെയ്യണമെല്ലാം ആപ്ലിക്കേഷൻസിനൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു സെൻറ്ററാണ് ഡാറ്റാ സെൻറ്റർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റാ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ബിൽഡിംഗ് ആവും. അതിൻ്റെ ആ ഉള്ളിൽ കുറേ റാക്ക് ബൈ റാക്ക് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡാറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ യൂട്യൂബ് നമുക്കറിയാം. യൂട്യൂബ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൺ ചെയ്തിട്ടുള്ളത് ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ഈ ഗൂഗിളിന് തന്നെ 20-30ഓളം ഡാറ്റാ സെൻറ്ററുകൾ ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് അവൈലബിൾ ആണ്. അതായത് പല കൺട്രീസിലായിരിക്കും അവരുടെ ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ടാവുക. അത് ഭയങ്കര സെക്യൂർ ആയിരിക്കും, ഹൈ സെക്യൂരിറ്റി ആയിരിക്കും. അതിനകത്തേക്ക് എല്ലാവർക്കും കയറാനൊന്നും പറ്റില്ല, കുറേ സെക്യൂരിറ്റി പർപ്പസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, കാരണം എന്താ, ഹാക്കിങ്ങിനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ അവരുടെ ഡാറ്റ എപ്പോഴും എന്തായിരിക്കണം? അത്രയും സെക്യൂർ ആവണം. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഗൂഗിളിൻ്റെ ഡാറ്റാ സെൻറ്റർ ഉള്ളത് മുംബൈയിലാണ്. ഓക്കെ, അപ്പോൾ ഡാറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഫിസിക്കൽ റൂം, ഒരു വലിയ റൂം അല്ലെങ്കിൽ ബിൽഡിംഗ് ആയിരിക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റാസും നമ്മൾ സേഫായിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിനെ മാനേജ് ചെയ്യാനുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം അവിടെ ഡാറ്റാ സെൻറ്ററിൽ തന്നെ ഉണ്ടാവും. ക്ലിയർ അല്ലേ എന്താണ് ഡാറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ? അപ്പോൾ നിങ്ങൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഡാറ്റാ സെൻറ്ററിൻ്റെ ഇമേജ് ഇട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയൊരു ബിൽഡിംഗ് ആയിരിക്കും. അതിനുള്ളിൽ ഒരുപാട് റാക്കുകൾ ഉണ്ടാവും. അതിനുള്ളിലായിരിക്കും നമ്മൾ ഡാറ്റ ഇങ്ങനെ കുറേ വയേഴ്സൊക്കെ കണക്ട് ചെയ്തിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. മെയിനായിട്ട് 2 ടൈപ്സ് ഓഫ് ഡാറ്റാ സെൻറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് എൻ്റർപ്രൈസ് ഡാറ്റാ സെൻറ്റേഴ്സും മറ്റൊന്ന് പബ്ലിക് ക്ലൗഡ് ഡാറ്റാ സെൻറ്റേഴ്സും. എൻ്റർപ്രൈസ് ഡാറ്റാ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചില കമ്പനികൾ അവരുടേതായ സ്വന്തമായിട്ടുള്ള ഡാറ്റാ സെൻറ്റേഴ്സ് അവർ വാങ്ങിക്കും. ഓക്കെ, അതായത് അവർക്ക് കുറച്ചും കൂടെ അവരുടെ ഡാറ്റാസിന് കുറച്ചും കൂടെ കൺട്രോളും കുറച്ചും കൂടെ സെക്യൂരിറ്റി ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് വലിയ കമ്പനീസൊക്കെ ആയിരിക്കും. അതായത് ഒരുപാട് ഡാറ്റാസൊക്കെ വേണ്ട കേസിലൊക്കെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബിൻ്റെ ഗൂഗിൾ എന്നുള്ള കമ്പനി അവരുടേത് മാത്രമായിട്ടുള്ള ഡാറ്റാ സെൻറ്റർ അവർക്ക് അവൈലബിൾ ആണ്. അങ്ങനെ കൊടുക്കും. അതാണ് എൻ്റർപ്രൈസ് ഡാറ്റാ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന് പബ്ലിക് ക്ലൗഡ് ഡാറ്റാ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യുക? നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സിന് ഒരൊറ്റ ഡാറ്റാ സെൻറ്റർ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷെ മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ് അവരുടെ ഡാറ്റാസ് അവിടെ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കാറൊക്കെ റെൻറ്റിന് എടുക്കുന്ന പോലെ നമ്മൾ ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റെൻറ്റിന് എടുക്കും അല്ലേ? ആവശ്യം കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചു കൊടുക്കും. അതുപോലെ
എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ യൂസേഴ്സ് അവരുടെ ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റാ സെൻറ്ററിൽ ഷെയർ ചെയ്തിട്ടും യൂസ് ചെയ്യാം. അതാണ് പബ്ലിക് ക്ലൗഡ് ഡാറ്റാ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഡാറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഫിസിക്കൽ റൂമോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ ആയിരിക്കും. ഒരു അതിനകത്തൊരു IT ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടായിരിക്കുന്നു? നമ്മുടെ ഇൻ്റർനെറ്റിലെ ആപ്ലിക്കേഷൻസ് അതേപോലെ സർവീസ് ഒക്കെ സ്റ്റോർ ചെയ്യുക, അതിനെ മാനേജ് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് എല്ലാം മെയിനായിട്ട് സ്റ്റോർ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസും സർവീസൊക്കെ മാനേജ് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ റൂം അല്ലെങ്കിൽ ബിൽഡിങ്ങിന് പറയുന്ന പേരാണ് ഡാറ്റാ സെൻറ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? സാധാരണ നമ്മുടെ 10 മാർക്കിന് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ ABC ഇങ്ങനെ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പം അതിനകത്ത് കാണാറുണ്ട് ഡാറ്റാ സെൻറ്റർ, അല്ലെങ്കിൽ ഒരു 3 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ആയിട്ട് ഡാറ്റാ സെൻറ്റർ കണ്ടുവരാറുണ്ട്. അപ്പം അതൊന്ന് പഠിക്കട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് ഡിസാസ്റ്റർ റിക്കവറി, DR, ഡിസാസ്റ്റർ റിക്കവറി. ഡിസാസ്റ്റർ റിക്കവറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മൾ ഡാറ്റാസൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഡാറ്റാ സെൻറ്ററിൻ്റെ അകത്താന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു, ഇപ്പോൾ ഫ്ലഡ് അല്ലേ, വെള്ളപ്പൊക്കം ഉണ്ടാവാം, അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും തീപിടുത്തം, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഹാർഡ്വെയർ ഫെയിലിയർ ആവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഡാറ്റാ സെൻറ്ററിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിലുള്ള ഡാറ്റ മൊത്തം ലോസ് ആവും അല്ലേ. അപ്പോൾ കോടിക്കണക്കിന് കാശ് മുടക്കിയിട്ടായിരിക്കും നമ്മൾ ഈ ഡാറ്റാ സെൻറ്ററിൽ ഇത്രയും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡാറ്റ മൊത്തത്തിൽ ലോസ് ആവും. അപ്പോൾ ഡിസാസ്റ്ററിന് വന്നു കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിസാസ്റ്റർ റിക്കവറി. അതായത് പ്ലാനിങ് ആണ് നമ്മുടെ എങ്ങനെയൊക്കെയാണ് IT സിസ്റ്റത്തിനെ നമുക്ക് റീസ്റ്റോർ ചെയ്യുക, അതിൻ്റെ ഡാറ്റാസ് എന്തെങ്കിലും ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ചെയ്ത് അതിനെ തിരിച്ചെടുക്കാൻ സാധിക്കും. അതാണ് ഡിസാസ്റ്റർ റിക്കവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഡിസാസ്റ്റർ റിക്കവറിയിൽ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് BCP, ബിസിനസ് കണ്ടിന്യൂയിങ് പ്ലാനിങ്, നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നുണ്ട്. മറ്റൊന്ന് DR, ഡിസാസ്റ്റർ റിക്കവറി. അതായത് എങ്ങനെയൊക്കെ സർവൈവ് ചെയ്യാം, ഒരു ബിസിനസ്സിന് നമുക്ക് എന്തെങ്കിലും ഫ്ലഡോ ഫയറോ സൈബർ അറ്റാക്കോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ സർവൈവ് ചെയ്യാന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവും. അതുപോലെ ആ പ്ലാനിങ്ങിനനുസരിച്ച് നമ്മൾ ടെക്നിക്കലി എങ്ങനെ റിക്കവർ ചെയ്യാം, അതാണ് DR എന്ന് പറയുന്നത്, ഡിസാസ്റ്റർ റിക്കവറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇതിന് പിക്ചറായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഡിസാസ്റ്റർ റിക്കവറി പ്ലാന് മെയിനായിട്ട് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്കതിൽ നിന്ന് റിക്കവർ ചെയ്യാം. അതിന് മെയിനായിട്ട് 2 ഫാക്ടേഴ്സാണ് വരുന്നത്. ഒന്ന് RTO, മറ്റൊന്ന് RPO. RTO എന്ന് പറഞ്ഞാൽ റിക്കവറി ടൈം ഒബ്ജക്റ്റീവ്, RPO എന്ന് പറഞ്ഞാൽ റിക്കവറി പോയിന്റ് ഒബ്ജക്റ്റീവ്. അതായത് ഇപ്പോൾ നമുക്കൊരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഡാറ്റ റീസ്റ്റോർ ചെയ്യാൻ എടുക്കുന്ന ടൈം, അതാണ് ഡാറ്റ റിക്കവറി പോയിന്റ് എന്ന് പറയുന്നത്. ഇനി RTO എന്ന് പറഞ്ഞാൽ മാക്സിമം ടൈം ടു റിക്കവർ, മാക്സിമം എത്ര ടൈം എടുത്ത് അത് റിക്കവർ ചെയ്തു സിസ്റ്റം ഓൺലൈനായിട്ട് വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങി, അതാണ് റിക്കവറി ടൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ മെയിനായിട്ട് 2 കമ്പോണൻസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസാസ്റ്റർ റിക്കവറി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിസാസ്റ്റർ റിക്കവറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഡിസാസ്റ്റർ പോലെ സൈബർ അറ്റാക്ക്, ഫയർ, ഫ്ലഡ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇടിമിന്നൽ അല്ലേ, ഇങ്ങനത്തെ എന്തെങ്കിലും ഹാർഡ്വെയറിന് ഫെയിലിയർ സംഭവിക്കുക, ഇങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മുടെ ഡാറ്റാസിനെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കണം. അതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് ഡിസാസ്റ്റർ റിക്കവറി. റിക്കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ടെക്നിക്കലി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ ഒരു IT ഇൻഫ്രാസ്ട്രക്ചറിനെ ആദ്യത്തെ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതാണ് ഡിസാസ്റ്റർ റിക്കവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് ബിസിനസ് കണ്ടിന്യൂറ്റി പ്ലാനിങ് അല്ലെങ്കിൽ BCP. ഓക്കെ, അപ്പോൾ BCP എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഡിസാസ്റ്ററിൻ്റെ ഒരു പാർട്ടാണ്, നമ്മൾ പറഞ്ഞ ഡിസാസ്റ്റർ റിക്കവറിൻ്റെ ഒരു പാർട്ടാണ് BCP എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഓവറോൾ എങ്ങനെ അതിനെ സർവൈവ് ചെയ്യാമെന്ന് പറയുന്ന ഒരു പ്ലാനിങ് ആണ് BCPയിൽ ചെയ്യുന്നത്. ഓക്കെ, ഒരു കമ്പനി ക്രിയേറ്റ്സ് എ പ്ലാൻ ടു കണ്ടിന്യൂ ഓപ്പറേറ്റിംഗ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ ഡിസാസ്റ്റർ ഓർ അൺഎക്സ്പെക്റ്റഡ് ഡിസ്ട്രപ്ഷൻ. എന്തെങ്കിലും പ്രതീക്ഷിതമായി സംഭവിച്ചു കഴിഞ്ഞാൽ ആ സമയത്തും അതുപോലെ അതിന് ശേഷവും നമുക്ക് ഏതൊക്കെ രീതിയിൽ ആ ഒരു കമ്പനിയുടെ ആ ബിസിനസ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അതിനെക്കുറിച്ചിട്ടുള്ളൊരു പ്ലാനിങ് ആണ് ബിസിനസ് കണ്ടിന്യൂറ്റി പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് സൈബർ അറ്റാക്ക്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളപ്പൊക്കം,
അല്ലേ? അപ്പം ഇങ്ങനത്തെ ഭൂമിക്കുലുക്കം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും പാൻഡമിക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് അതുപോലെ കണ്ടിന്യൂ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും, ബിസിനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ആ ഒരു പ്ലാനിങ്ങിനെ പറയുന്ന പേരാണ് ബിസിനസ് കണ്ടിന്യൂറ്റി പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് മിനിമൈസ് ഡൗൺ ടൈം. അതായത് നമുക്ക് എന്തെങ്കിലും ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് ഒരുപാട് സമയം നമുക്ക് നഷ്ടം, അപ്പോൾ അതിനെ മിനിമൈസ് ചെയ്യാം. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് അസറ്റ്സ്, നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ഡാറ്റാസ് ഒക്കെ ഉണ്ടാവും, അതിനൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാം. പിന്നെ പെട്ടെന്ന് ക്വിക്കായിട്ട് എന്ത് ചെയ്യുക, റിക്കവർ ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ സെർവ് കസ്റ്റമേഴ്സ് ഈവൻ ഡ്യൂറിങ് പ്രോബ്ലംസ്, എന്തെങ്കിലും ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാലും കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, സപ്പോർട്ട് കൊടുക്കുക. ഇങ്ങനെ ഈ ഡിസാസ്റ്റർ റിക്കവറി പ്ലാനിങ്ങും ബിസിനസ് പ്ലാനിങ്ങും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റ് ഒന്നും അധികം വലിയ പരിക്കുകളില്ലാതെ നമ്മുടെ ഡാറ്റാസ് ഒന്നും ലോസ് ചെയ്യാതെ നമുക്കിപ്പോഴും യൂട്യൂബും ഗൂഗിളും ഇതൊക്കെ നമുക്കിപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ല എന്താ BCP എന്ന്? ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മൾ നോക്കിയത് എന്തൊക്കെയായിരുന്നു? SMBS. SMBS എന്തിനായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? പവർ സപ്ലൈക്ക് വേണ്ടി, അതായത് കറണ്ട് നമ്മുടെ മദർ ബോർഡുമായി കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കമ്പോണൻസിനും കറണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻസ് നിന്ന് വരുന്ന AC കറണ്ടിനെ DC ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ഓരോ കമ്പോണൻസിനും ആവശ്യമായിട്ടുള്ള കറണ്ടുകൾ സപ്ലൈ ചെയ്യാം. അപ്പം അതിനകത്ത് മെയിനായിട്ട് അതിൻ്റെ വർക്കിംഗ് ആദ്യം വരുന്ന ACനെ റെക്ടിഫയർ ആൻഡ് ഫിൽട്ടർ യൂസ് ചെയ്തിട്ട് DC ആക്കുന്നു. ഇത് കിട്ടുന്നത് ഹൈ ഫ്രീക്വൻസി ആയിരിക്കും. അതിന് പിന്നെ നമ്മൾ എന്തെങ്കിലും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടി പവർ ട്രാൻസ്ഫോമറിലേക്ക് കടത്തിവിടും. അതിന് വീണ്ടും നമ്മളൊരു സ്മൂത്ത് DC ആക്കാൻ വേണ്ടി റെക്ടിഫയർ ആൻഡ് ഫിൽട്ടർ യൂസ് ചെയ്യുന്നു. ഇനി ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ സർക്യൂട്ട് ഉണ്ട്. ഈ കൺട്രോൾ സർക്യൂട്ടാണ് ഓരോ വോൾട്ടേജും എത്രയൊക്കെ വോൾട്ടേജ് ആണ് ഓരോ ഡിവൈസിനും കൊടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇനി SMBSന് മുകളിൽ കണക്ട് ചെയ്തിട്ട് ഒരുപാട് കണക്ടേഴ്സ് ഉണ്ട്. അതിൽ മദർ ബോർഡ് കണക്ടർ ഉണ്ട്, പിന്നെ CPU കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടർ ഉണ്ട്, സാറ്റ കണക്ടർ. എന്തിനായിരുന്നു സാറ്റ കണക്ടർ? സാറ്റ കണക്ടർ എന്തിനായിരുന്നു? എന്ത് കണക്ട് ചെയ്യാനാ? ഹാർഡ് ഡിസ്ക് DVD ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാറ്റ കണക്ടർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്ലോപ്പി കണക്ടർ ഉണ്ട്, പിന്നെ PCI കണക്ടർ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് നോക്കി നമ്മൾ NIC ആണ്. NIC എന്തിനായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? കമ്പ്യൂട്ടറുകൾക്ക് ഇന്റർനെറ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്തതാണ് NIC കാർഡുകൾ. പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ പോർട്സുകൾ നോക്കി. അതിനകത്ത് സീരിയൽ പോർട്ട്, പാരലൽ പോർട്ട്, USB പോർട്ടുകൾ, PS2 പോർട്ട്, VGA പോർട്ട്, ഈതർനെറ്റ് പോർട്ട്, ഓഡിയോ പോർട്ട്. ഇത് നമ്മൾ ഡാറ്റാ സെന്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റർനെറ്റിലുള്ള എല്ലാ ഇൻഫോർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണ് ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. എന്റർപ്രൈസ് ഡാറ്റാ സെന്റേഴ്സ് ഉണ്ട്, പബ്ലിക് ക്ലൗഡ് ഡാറ്റാ സെന്റേഴ്സ് ഉണ്ട്. പിന്നെ എന്താണ് ഡിസാസ്റ്റർ റിക്കവറി എന്ന് നോക്കി. നെക്സ്റ്റ് എന്തായിരുന്നു? ബിസിനസ് കണ്ടിന്യൂറ്റി പ്ലാനിങ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം. നോട്ട്സ് നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും എഴുതട്ടോ. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.